ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സേറ ക്രിയേഷൻസ്. ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫേൺസിൻ്റെയും ബിഗോണിയ പ്ലാന്റ്സിൻ്റെയും കളക്ഷനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നെഫ്രോഡിഫിസ് കാർഡിഫോളിയ എന്ന് പറഞ്ഞ കാറ്റഗറി പെടുന്ന ഒരു ഫേൺ വെറൈറ്റിയാണ്. ഇത് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു ഫേൺ വെറൈറ്റിയാണ്. എല്ലാ ഫേൺ വെറൈറ്റിയും ഇങ്ങനെ ബുഷിയായിട്ടാണ് നിൽക്കുന്നത്, എങ്കിലും ഇത് പ്രത്യേകം ഒരു ഭംഗി തരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫേണാണ്. ഇതിൻ്റെ ആ ഒരു ഇലയ്ക്ക് ഒരു ലൈറ്റർ യെല്ലോ കളർ വന്നിട്ട് ഇങ്ങനെ ഗ്രേഡിയൻ്റ് പോലെ പോകുന്ന ഒരു രീതിയിലാണ് അതിൻ്റെ പാറ്റേൺ വരുന്നത്. അപ്പം ഇതാണ് ഫസ്റ്റ് പ്ലാന്റ്. നമ്മുടെ സെക്കൻഡ് വെറൈറ്റി എന്ന് പറയുന്നത് ഫിഷ് ടെയിൽ ഫേൺ ആണ്. ഇതിന് പേര് വരാൻ കാരണം ആ ഒരു ഇലയുടെ ആ ഒരു അറ്റത്ത് ഫിഷിൻ്റെ ആ ഒരു ഷേപ്പിലാണ്, ഫിഷിൻ്റെ ടെയിൽ പോലെയാണ് അതിൻ്റെ അറ്റം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഫിഷ് ടെയിൽ ഫേൺ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫേൺ വെറൈറ്റിക്ക് സോഡ് ഫേൺ എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന കോട്ടൺ ക്യാൻഡി ഫേണിൻ്റെ സെയിം ആ ഒരു സിമിലാരിറ്റി ഉള്ള ഒരു ലീവ്സാണ് ഇതിൻ്റെ. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ വലിയ ഡിവിഷൻസാണ് ഇതിന് വരുന്നത്. ഇതിന് പറയുന്ന പേര് സ്വോർഡ് ഫേൺ എന്നാണ്. ഇത് നല്ല ബുഷിയായിട്ട് വളരുന്ന നല്ല ഭംഗിയുള്ള കോട്ടൺ ക്യാൻഡി പോലെ തന്നെ നല്ല ആ ഒരു അപ്പിയറൻസ് ഒക്കെ അതുപോലെ തന്നെയാണ് ഈ ഒരു ഫേണിൻ്റെ വെറൈറ്റിയിൽ വരുന്നത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെറൈറ്റി വെരിഗേറ്റഡ് സോൾഡ് ബ്രേക്ക് ഫേൺ എന്നാണ് ഇതിൻ്റെ ഈ ഒരു വെറൈറ്റി ഫേണിന് പറയുന്നത്. ഇത് നല്ല രസമാണ്. ഇതുപോലെ തിന്നറായിട്ടുള്ള ലീവ്സായിട്ട് ഇങ്ങനെ ഓരോ ലീഫിൽ വന്നിട്ട് ഇങ്ങനെ ഡിവിഷൻസ് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. ഇതിനിങ്ങനെ വൈറ്റും ഗ്രീനും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ലീഫാണ് ഇതിന് വരുന്നത്. ഇത് അധികം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു ഇനമാണ്. ഇത് നമ്മൾ ധാരാളമായി പറമ്പിലൊക്കെ കണ്ടുവരുന്ന ലേഡി ഫേൺ ആണ്. ഇത് നമ്മൾ നാട്ടിൽ പന്നൽ ചെടി എന്നൊക്കെ പറയും. ഈ ഒരു കാറ്റഗറി പെടുന്ന എല്ലാ ചെടികൾക്കും പന്നൽ ചെടി എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ പറമ്പിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്നൊരു ഫേൺ വെറൈറ്റിയാണ്. പക്ഷേ ചട്ടിയിൽ വെച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് നമുക്കെല്ലാം സുപരിചിതമായ ഒരു പന്നൽ ചെടിയാണ്. പക്ഷേ ഇതിൻ്റെ പേര് വായിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ സാധാരണ കിണറിൻ്റെ അകത്തും പറമ്പിലൊക്കെ കണ്ടുവരുന്ന ഒരു വെറൈറ്റിയാണിത്. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള ഫേൺ വെറൈറ്റീസ്. ഇനി നമുക്ക് ബിഗോണിയ വെറൈറ്റീസ് കാണാം. ഇത് ഒരു റെഡിഷ് കളർ ഒരു ഫിനിഷുള്ള ബിഗോണിയ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നതും ഇതുപോലെ റെഡ് കളർ മുത്തുമണി പോലെ ഇങ്ങനെ ചെറിയ ഹാങ്ങിങ്സ് പോലെ കിടക്കുന്ന ടൈപ്പാണ് വരുന്നത്. ഇതിങ്ങനെയാണ് ഈ ബിഗോണിയ പ്ലാന്റ്സിൻ്റെ എല്ലാം തന്നെ വെറൈറ്റീസിൻ്റെയും ഫ്ലവേഴ്സ് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ചിലതിന് റെഡ് കളർ ഫ്ലവേഴ്സും ചിലതിന് വൈറ്റ് കളറും ലൈറ്റ് പിങ്ക് കളേഴ്സൊക്കെ ആയിട്ടാണ് നമ്മൾ കാണാറ്. ഇത് റെഡ് വെറൈറ്റിയാണ്. ഇത് രണ്ടാമത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെൽവെറ്റ് ഫിനിഷുള്ള ഒരു ബിഗോണിയ പ്ലാന്റ് ആണ്. നമ്മുടെ മുന്തിരിയുടെ ഇലയോട് സാദൃശ്യമുള്ള ഒരു ഷേപ്പിലുള്ള വെറൈറ്റിയാണ് ഇത്. ഇത് അധികം മഴ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നൊരു ഇനമാണ്. അതുകൊണ്ട് ബിഗോണിയ പ്ലാന്റ്സ് കൂടുതൽ നമ്മൾ അധികം മഴ കൊള്ളാതെ സൂക്ഷിക്കണം. ഇത് വരുന്നത് വെരിഗേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു വേറെ ഒരു പാറ്റേൺ ലീഫിലുള്ള ഒരു ബിഗോണിയ പ്ലാന്റ് ആണ്. ഇതിന് പല കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പം അതിൻ്റെ തന്നെ ഒരു സിൽവർ ഈ ഒരു ലീഫിൻ്റെ മേളിൽ കണ്ടോ ഒരു സിൽവർ ഫിനിഷ് വരുന്നതാണ് ഈ ഒരു പ്ലാന്റ്. ഇത് ചില സമയത്ത് വെയിൽ കൂടുന്ന സമയത്ത് റെഡ് കളറിലും ഈ സെയിം പ്ലാന്റ് അപ്പിയർ ചെയ്ത് കാണാറുണ്ട്. ഇത് കണ്ടോ അതിൻ്റെ ഇളത്ത ഇല റെഡ് കളറായിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് മുമ്പ് നേരെ കണ്ട ആ ഒരു വെൽവെറ്റ് ഫിനിഷിൻ്റെ ഇതുപോലെ സിൽവർ ഫിനിഷുള്ള ഒരു സിൽവർ ഒരു ടിൻറ്റ് പോലെ വരുന്ന ഒരു ബിഗോണിയ പ്ലാന്റ് ആണ്. ഇത് നല്ല ബുഷിയായിട്ട് വളരുന്ന ഒരു കാറ്റഗറി പെടുന്ന ഒരു ബിഗോണിയ പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റ്സിനെല്ലാം നമ്മൾ അധികം ഓവർ വാട്ടറിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകും. ഇത് ബിഗോണിയ പ്ലാന്റിൻ്റെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ളൊരു വേരിയൻ്റാണ്. ഇത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ പ്ലാന്റാണ് കേട്ടോ. സുമി ആൻറ്റിയുടെ വീട്ടിലെ പ്ലാന്റാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെടി നശിച്ചു പോയി. അപ്പോൾ ഞാൻ ആൻറ്റിയുടെ വീട്ടിലെ ചെടി 2-3 പ്ലാന്റ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഇത് ഫുൾ ഗ്രീൻ കളറിൽ ചെറിയൊരു ഗോൾഡിഷ് കളർ വരുന്ന ഒരു രീതിയിലുള്ള ബിഗോണിയ പ്ലാന്റ്. ഇത് വേറൊരു പാറ്റേണിൽ കുറച്ച് ഹെയറി ആയിട്ടുള്ള ലീവ്സുള്ള ബിഗോണിയ പ്ലാന്റ് ആണ്. ഇത് കുറച്ച് സ്പോട്ടി ആയിട്ടുള്ള നല്ല പോൾക്ക ഡോട്ട്സ് ഒക്കെ ഉള്ള ഒരു ബിഗോണിയ പ്ലാന്റ്. ഇത് നമ്മൾ കാണുന്നൊരു കോമൺ വെറൈറ്റിയാണ്. ഇതിനും നിറച്ച് നല്ല കൊല പോലെ പൂക്കളുണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിന് തന്നെ പല കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഫുള്ളി ഗ്രീൻ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ലൈറ്റ് പിങ്ക് കളറാണ്. ലൈറ്റ് പിങ്ക് കളറിലാണ് ഇതിൻ്റെ വേരിയേഷൻ വരുന്നത്. ഇതും ആ ഒരു ഫുൾ ഗ്രീൻ വരുന്ന അതുപോലെ റെഡ് കളറ് തണ്ട് വരുന്ന ഒരു വെറൈറ്റി ബിഗോണിയ പ്ലാന്റ് ആണ്. ബിഗോണിയ പ്ലാന്റ്സ് കുറേ വെറൈറ്റീസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് വരുന്നത് കുറച്ചുകൂടെ നല്ല മിലിറ്ററി ഗ്രീനിൽ വരുന്ന നല്ല ഡാർക്ക് ലീവ്സിൻ്റെ നല്ല തിക്കറായിട്ടുള്ള ലീഫുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കയ്യിൽ ഉള്ള വെറൈറ്റീസിൻ്റെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.